നമ്മൾ പോകുന്നത് വൃക്ഷത്തൈ നടൽ ഹോബിയാക്കിയ ഒരു 3ാം ക്ലാസ്സുകാരിയുടെ അടുത്തേക്കാണ്. ഇതുവരെ 500-നടുത്ത് തൈകൾ ഈ മിടുക്കി നട്ടിട്ടുണ്ട്. മാത്രമല്ല, വെറുതെ നടുക മാത്രമല്ല കേട്ടോ, അത് കൃത്യമായി പരിപാലിക്കുന്നുമുണ്ട് ഈ മിടുക്കി. ഒപ്പം വീടിനെ ഒരു ഹരിത ഭവനമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ മികച്ച കുട്ടി കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ മലാപ്പറമ്പ് ലിറ്റിൽ കിങ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനി വേങ്ങേരി സ്വദേശി ദേവിക ദീപകിന്റെ അടുത്തേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. അഭിജിത്ത് മുഴക്കുന്നാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് പിന്നാലെ പോകാം. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ യാത്ര ഒരു കൊച്ചു മിടുക്കിയുടെ അടുത്തേക്കാണ്. ആളൊരു കുട്ടി കർഷകയാണ്, മരം നടൽ ഹോബിയാക്കിയ ആളാണ്. കോഴിക്കോട് വേങ്ങേരിയിലുള്ള ദേവിക ദീപകിന്റെ അടുത്തേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നു. അപ്പോൾ പോകാം. ഇതാണ് നമ്മുടെ കൊച്ചുമിടുക്കി ദേവിക. ദേവികയുടെ ഈ വീട്ടിന് പുറകിൽ ഒരു കുഞ്ഞു ലോകമുണ്ട്. അവിടെ ഒത്തിരി വിശേഷങ്ങളുണ്ട്, കാഴ്ചകളുണ്ട്. അതൊക്കെ ദേവിക തന്നെ നമുക്ക് കാണിച്ചു തരും, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, വാ. ഒരു വർഷം മുൻപാണ് ദേവിക വൃക്ഷത്തൈ നട്ടു തുടങ്ങിയത്. പിന്നെ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി. വീട്ടിലും നാട്ടിലും പോകുന്ന വഴിയിലുമെല്ലാം തൈകൾ നട്ടു, പരിപാലിച്ചു. സ്കൂളിൽ നിന്ന് എല്ലാവർക്കും വൃക്ഷത്തൈ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കി വന്ന 16 വൃക്ഷത്തൈ എനിക്ക് തന്നപ്പം വീട്ടിൽ കുഴിച്ചിടാൻ സ്ഥലമില്ലായിട്ട് ഒന്ന് ഞങ്ങളെ വീട്ടിൽ കുഴിച്ചിട്ട് ബാക്കി ഞാൻ പപ്പാനോട് പറഞ്ഞ റോഡ് സൈഡിൽ കുഴിച്ചിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. 466 വൃക്ഷത്തൈകൾ ഞാൻ നട്ടിട്ടുണ്ട്. 252 വൃക്ഷത്തൈകൾ ഞാൻ പല ആളുകൾക്കും സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ മരങ്ങൾ നട്ടാലിൽ വെള്ളം ഒഴിച്ചാണ് ട്രീ കാർഡ് വെക്കും. ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇപ്പം നട്ടാൽ അവരെ നമ്പർ വാങ്ങി ഞാൻ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവരെ വിളിച്ച് ചോദിക്കും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ചെടി അവിടെ ഉണ്ടോ, നല്ലോണം നോക്കുന്നുണ്ടോ. തിരുവനന്തപുരം പോയി നട്ടിട്ടുണ്ട്, ആലപ്പുഴ നട്ടിട്ടുണ്ട്, പിന്നെ വയനാട് നട്ടിട്ടുണ്ട്, ഗുരുവായൂർ നട്ടിട്ടുണ്ട്, അവിടെയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിൽ പോകുമ്പം ഒക്കെ ട്രീ ഗാർഡൊക്കെ ആയിട്ടാണ് പോവുക. അപ്പോൾ അമ്പലത്തിൽ ആവശ്യമായ ചെടികളൊക്കെ എടുക്കാറുണ്ട്. കുങ്കുമം, തെച്ചി, അരളി അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. ദേവി, ഇവിടെ അപ്പോൾ കുറേ ചെടികളുണ്ടല്ലേ? ഇതിൻ്റെയൊക്കെ പേരെന്തൊക്കെയൊന്ന് പറഞ്ഞു തരുമോ നമുക്ക്? പറഞ്ഞേ. അത് ഉങ്ങ്, ഇത് റംബൂട്ടാൻ, ഇത് മന്ദാരം, അത് ഫൈക്കസ്, അത് അനാറ്, ചെറുള, പിന്നെ തെച്ചി, പിന്നെ ഞാവൽ, അശോകം, വഴുതിന, വെണ്ടക്ക, തക്കാളി, അതൊക്കെ ഞങ്ങൾ കൃഷിഭവനിൽ ചെറിയ തൈ വാങ്ങിയിട്ട് ഞങ്ങളെ വലുതാക്കിയതാണ്. പിന്നെ ബാക്കിയെല്ലാം ഞങ്ങളൊക്കെ വിത്തിട്ട് മുളപ്പിച്ചതാണ്. ഇതിപ്പോൾ വെണ്ടയ്ക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെണ്ടയ്ക്ക ഉണ്ടായിക്കുന്നു, വഴുതിന ഇപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. തക്കാളി, ഇത് തക്കാളി. കോഴിക്കോടിന്റെ സ്വന്തം പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്ററാണ് ദേവികയ്ക്ക് വഴികാട്ടിയായത്. ഇതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് ശോഭീന്ദ്രൻ മാഷാണ്. മാഷ് എനിക്ക് കുറേ ഇതൊക്കെ പറഞ്ഞു തന്നു. ചെടികളെ കുറച്ചിട്ട് കിളികൾക്ക് വാസസ്ഥലം ഒരുക്കാനൊക്കെ അതൊക്കെ എനിക്ക് ശോഭീന്ദ്രൻ മാഷ് പറഞ്ഞു തന്നു. മരം നടൽ മാത്രമല്ല, മാലിന്യ സംസ്കരണത്തിനുള്ള ചില വഴികൾ കൂടി വീട്ടിൽ ദേവ് ഒരുക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ, പേപ്പർ തുണ്ടുകൾ, പ്ലാസ്റ്റിക് കുപ്പി, പൊട്ടിച്ചില്ലുകൾ അങ്ങനെ വെവ്വേറെ തരം തിരിച്ച് ശീതീകരണ സേനയ്ക്ക് നൽകാനുള്ളത്. പിന്നെ ജൈവ മാലിന്യങ്ങൾ ഞാൻ വളമാക്കി മാറ്റാറുണ്ട്. അതൊക്കെ നിറവിലെ മാമന്മാർ സമ്മാനമായി നൽകിയ റിംഗ് കമ്പോസ്റ്റിലാണ് ഞാൻ ജൈവ മാലിന്യങ്ങൾ ഇടാറുള്ളത്. പിന്നെ അതുപോലെ കരിയില കമ്പോസ്റ്റ് ഞങ്ങളെ വീട്ടിൽ വിൽക്കുന്ന എല്ലാ ഇലകളും ഞാൻ കരിയില കമ്പോസ്റ്റിലിടും. അച്ഛൻ ദീപക്കും അമ്മ സിൻസിയും എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട്. നമ്മൾക്കിപ്പോൾ കേരള സംസ്ഥാനത്ത് നിന്ന് 5 അവാർഡുകൾ കൈവരിച്ചിട്ടുണ്ട്. അതായത് ഹരിത പ്രതിഭാ പുരസ്കാരം കോഴിക്കോട് നിന്ന് കളക്ടറാണ് നൽകിയിരിക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് അമൃതാദേവി പുരസ്കാരം കേന്ദ്രമന്ത്രി
ജോർജ് കുര്യൻ സാർ നൽകിയിട്ടുണ്ട്. കൂടാതെ ജൻ അഭിയാൻ ട്രസ്റ്റിൻ്റെ മെറിറ്റൊരു അവാർഡ് കിട്ടി. അതുപോലെ കൂടാതെ ഇപ്പോൾ ഈ അടുത്ത് കോട്ടയത്തു നിന്ന് കണ്ടലമ്മച്ചി പുരസ്കാരം. ഒരു ഇല എത്ര പ്രാണവായു നൽകും, ഒരു മരം എത്ര ഓക്സിജൻ നൽകും, 10ഓളം ഇലകൾ ഒരു തൈക്ക് നടുന്ന മാത്ര. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഈ കാലത്ത് ദേവിക എല്ലാവർക്കും ഒരു മാതൃകയാണ്. കൂടുതൽ പേർ ദേവിക എന്ന ഈ കൊച്ചുമിടുക്കി തെളിച്ച പാതയിലൂടെ മുന്നോട്ട് വരട്ടെ. രാജേഷ് വെള്ളരിക്കുണ്ടിനും അഖിൽ കക്കോടിക്കുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ദേവിക മോളുടെ കൃഷിപാഠം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൃത്യമായ കണക്കുകളുണ്ട്, എത്ര വൃക്ഷത്തൈകൾ നട്ടിട്ടുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല അത് പരിപാലിക്കുന്ന രീതിയും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് മോളെ വ്യത്യസ്തയാക്കുന്നത്. ആ കുട്ടി കർഷകർക്കുള്ള അവാർഡ് കിട്ടിയതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ പ്രേക്ഷകരുടെ കമന്റ് ബോക്സിലും അതൊക്കെ കാണുന്നുണ്ട്. ദേവികയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ച് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്.